ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹ്ബത്തുഹു ലി അഹ്ലി സ്വലാഹ്, നല്ലവരോട് സഹവസിക്കുക. പരിശുദ്ധമായ ഖുർആൻ അത് സംബന്ധമായിട്ട് റസൂലുള്ളാഹി എത്ര പറഞ്ഞെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ എന്ന ആ മഹാന്മാരുടെ കൂടെ കൂടാൻ, അവരുടെ കൂടെ ഇരുന്നാൽ മതി. അതൊരു അമലാണ്. നല്ലവരുടെ കൂടെ പോയി കുറച്ചേരം ഇരുന്നാൽ തന്നെ ഒരു അമലാണ്. അവരുടെ കൂടെ കൂടിയാൽ മതി. വലിയൊരു അമലല്ലേ? അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നവരാവണം. അള്ളാഹുവിന്റെ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹം വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. സൂറത്തുൽ കഹ്ഫ്. നബിയേ, രാവിലെയും വൈകുന്നേരവും അള്ളാന്റെ വജ്ഹല്ലാതെ, പടച്ചോന്റെ തൃപ്തി അല്ലാതെ മറ്റൊരു ലക്ഷ്യം മനസ്സിലില്ല. രാവിലെയും വൈകുന്നേരം റബ്ബിനെ വിളിച്ച് ദ്വാരന്നുകൊണ്ടിരിക്കുക. രാവൂല പകലുല, അങ്ങനെ ദ്വാരക്കാതിക്രിയല്ല. അങ്ങനെ കുറെ പാവങ്ങള് ആ മദീനത്തെ പള്ളിയുടെ ഓരങ്ങളിൽ ഇരിപ്പുണ്ട്. അവരുടെ കൂടെ പോയിരുന്നോ നബിയേ? അവരുടെ കൂടെ ഇരുന്നോ നബിയേ? സച്ചരിതരോട് സഹവസിക്കല് ജീവിതത്തിൽ വിജയത്തിന്റെ അടയാളമാ. ഒരുപാട് മഹാന്മാരുടെ കൂടെ പലരെയും നമ്മൾ കാണാറുണ്ട്. ഒരു നല്ല കൂട്ട്. സുഫത്തിന്റെ അഹ്ലുകാരായി മദീനത്തെ പള്ളിയിലുള്ള മഹാന്മാരായ സ്വഹാബികൾ, അവരുടെ കൂടെ ഇരുന്നാൽ മതി. അവരുടെ കൂടെ അങ്ങിരിക്കും നബിയേ. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. ദുനിയവിയായ നേട്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോ സച്ചരിതര് കണ്ണിൽ പെടൂല. അതൊരു മൊയിലാരുടെ ലൈഫ്. മൊയിലാക്കന്മാർക്ക് അങ്ങനൊരു വയസ്സൻ. സച്ചരിതരുടെ കൂടെ കൂടാൻ ദുനിയാവിന്റെ കണ്ണുകൊണ്ട് കഴിയൂല. സച്ചരിതരുടെ കൂടെ കൂടാൻ ദുനിയാവ് കുറച്ച് വിട്ടേ പറ്റൂ. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. എത്ര മനോഹരായിട്ടാ പറയുന്നത്. നമ്മൾ ആരുടെ കൂടെ കൂടണമെന്നറിയോ? നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൽ നിന്നും മറപ്പിച്ച് കളയുന്ന ആളുകളുടെ കൂടെ കൂടാൻ പാടില്ല. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. അല്ലാഹ് ഹൃദയത്തിലില്ലാത്ത ആളുകളുടെ കൂടെ നിങ്ങൾ പോരുത്. അല്ലാഹ് അവന് ഹക്കും ബാത്തിലും ഇല്ല. ഉസ്താദ്, എത്ര ആളുകൾ പറയണ്ടെന്നറിയോ? അവന് ഹക്കും ബാത്തിലുമില്ല, അവന് ഹലാലും ഹറാമുമില്ല. ഒരു ആദ്യ മനുഷ്യൻ. എന്നാ നീ എന്തിനാ അവന്റെ കൂടെ പോണ? അങ്ങനെയുള്ളവന്റെ കൂടെ പോവല്ലേ. വത്തബഅ ഹവാഹു. തോന്നിയതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഹലാലുമില്ല ഹറാമുമില്ല. അവരുടെ കൂടെ പോവല്ലേ. വിജയത്തിന്റെ മൂന്നാമത്തെ അടയാളം സച്ചരിതരോട് സഹവസിക്കാം. മറന്നുപോരുതട്ടോ. വിജയത്തിന്റെ ഒന്നാമത്തെ അടയാളം ആരാധനകൾക്ക് ഭാരം തോന്നൂല. രണ്ടാമത്തെ അടയാളം സുന്നത്തുകൾ പാലിക്കാം. മൂന്നാമത്തേത് സച്ചരിതരുടെ കൂടെ കൂടാ. സൗഹൃദം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നമ്മെ അള്ളാന്റെ മാർഗത്തിൽ സഹായിക്കുന്ന ഒരു സൗഹൃദമാണ് കിട്ടിയിട്ടുള്ളെങ്കിൽ, എടാ നീ ഒന്ന് പടച്ചോനെ വിളിച്ച് നന്നായിട്ടൊന്ന് ദ്വാരക്ക, നിന്റെ ഈ വിഷമം മാറും എന്ന് പറയണ ഒരു കൂട്ടുകാരനുണ്ടോ നമുക്ക്? എന്തേ മുഖം വാടിയിരിക്കണം? ഒന്നുമില്ല, പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞ വലിയ വിഷമത്തില, മക്കളുടെ കാര്യത്തിൽ വലിയ സങ്കടത്തില. നീ എന്തിനാ സങ്കടപ്പെടണ? നീ ഒരു 500 രൂപ ഇന്ന രീതിയിലൊന്ന് നെയ്യത്താക്കി വെക്കാം. അല്ലെങ്കിലോ നീ എന്തെങ്കിലും ഒരു ചെറിയ ഹദിയ ആ പള്ളി കൊടുക്ക, അല്ലെങ്കിൽ ആ സാധുവിന് കൊടുക്കാം. എന്നിട്ട് നീ പോയി ആ സദക്കയുടെ ബർക്കത്തുകൊണ്ടാണ് ദ്വാരക്ക. അള്ളാഹു നിനക്ക് നടത്തി തരും. ഇങ്ങനെ പറഞ്ഞു ഉപദേശിക്കുന്ന ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടെങ്കിലല്ലോ നമ്മൾ ദ്വാരുന്ന അള്ളാഹു നടത്തി തരാത്ത എന്താ ഉള്ള? നീ എന്തിനാ വിഷമിക്കണം? അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു നല്ല മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ
നമ്മൾ രക്ഷപ്പെട്ടു. സൗഹൃദം ദീനിന് വേണ്ടി ഉപകാരപ്പെടുന്നതാവണം. എടാ ഈ പ്രാവശ്യം നമുക്കൊന്ന് ഉംറക്ക് പോയാലോ, കുറെ പൈസ ഒക്കെ കിട്ടിയതല്ലേ, ഇനി എന്നാ എപ്പോഴാ മനുഷ്യന്മാരുടെ കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള സൗഹൃദങ്ങളെ കളയരുത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സൂറത്ത് തൗബ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണോ, നല്ലവരുടെ കൂടെ കൂടണമെന്ന് ഖുർആൻ. അല്ലാഹു മുഅ്മിനീങ്ങളെ സ്നേഹത്തോടുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്തഖുല്ലാഹ്, പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണേ. പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ വകൂനൂ മഅസ്സാദിഖീൻ, നല്ലവരുടെ കൂടെ കൂടണം. അങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസ് കേട്ടു. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറാ ജഅല ലഹു വസീറ സിദ്ഖിൻ ഇൻ നസിയ ദക്കറാ വ ഇൻ ദക്കറ അആനാ. ഒരാൾക്ക്, ഉദാഹരണം, ഒരു നേതാവിന്, ഒരു ലീഡർക്ക് അല്ലാഹു ഒരു നന്മ ചെയ്തതാ, നല്ലൊരു കൂട്ടുകാരനെ കൊടുത്തു. ലീഡർ മറന്നാലും, അതായത് നമ്മൾ മറന്നാലും, ഒരു കാര്യം ലീഡ് ചെയ്യുന്ന ആള്, നേതൃത്വം കൊടുക്കുന്ന ആള്, നയിക്കുന്ന ആള്, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാണ്, നമ്മുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് സഹായത്തിന് ഒരാളുണ്ട്, നല്ലൊരു കൂട്ടുകാരൻ, നമുക്ക് സഹായത്തിന് നല്ലൊരു ഷെയറുകാരനാണ്. നമ്മൾ മറന്നാൽ നമ്മളെ ഓർമ്മിപ്പിക്കും, നമ്മൾ ഓർത്തതാണ് എങ്കിൽ നമ്മളെ സഹായിക്കും. നല്ലൊരു കൂട്ടുകാരൻ, നല്ലൊരു സൗഹൃദം, അത് അല്ലാഹു ചെയ്ത ഒരു വലിയ ഖൈറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറാ. അല്ലാഹു ചെയ്ത ഖൈറാണ്, ഓർക്കാത്തത് ഓർമ്മിപ്പിച്ചു തരുന്ന ഒരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ, ഓർത്തതിനെ സഹായിച്ചു തരുന്ന കൂട്ടുകാരൻ. ആരാ ഉള്ളത്? ഓർത്തതിനെ സഹായിച്ച്. ഒരു കല്യാണം വിളിക്കാണ്, നമ്മുടെ മോളുടെ കല്യാണം, നല്ല നേതൃത്വം, നമ്മളാണല്ലോ അതിന്റെ നേതൃത്വം. അപ്പോഴുണ്ട് ഇന്നാലിന്ന ആളെ വിളിച്ചില്ല, മറന്നുപോയതാ. അപ്പോഴുണ്ട് കൂട്ടുകാരൻ പറഞ്ഞു, എടാ നീ ആളെ കല്യാണം വിളിച്ചു? ഇല്ല. ഓർമ്മിപ്പിച്ചു. ആളെ കല്യാണം വിളിച്ചോ? വിളിക്കണമെന്ന് ഞാൻ മറന്നിട്ടില്ല, ഓർമ്മയുണ്ട്. അന്നൊരു കാര്യം ചെയ്യേ, നമുക്കിപ്പോ ഞാൻ സഹായിക്കാം, എന്റെ കയ്യിൽ വണ്ടിയിൽ, എന്റെ കയ്യിൽ വാഹനം ഉണ്ടല്ലോ, നീ കയറ്. ഓർത്തതിനെ സഹായിക്കാം. ഇനി കേട്ടോളൂ, ഒരു കാര്യം നേതൃത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു കാര്യത്തിന് വേണ്ടി മുന്നിൽ നിന്ന് ചെയ്യുന്ന ഒരാൾക്ക് സഹായത്തിന് കൂടെ ഉള്ള ആള് മോശമാണ് എങ്കിൽ ഇവൻ മറന്നതിനെ അവൻ ഓർമ്മിപ്പിക്കുകയുമില്ല, അവൻ ഓർത്തതിനെ ഇവൻ സഹായിക്കുകയുമില്ല. അത് ഖൈറില്ലാത്ത കൂട്ടുകാരൻ സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. കൂട്ടുകുടുംബം നല്ലോണം നോക്കി കൂടിക്കൊള്ളണം. എന്തുകൊണ്ട്? കൂട്ടുകാര് മുഖേന ആഖിറത്തിൽ കൈ കടിക്കേണ്ടി വരുമെന്ന് ഖുർആൻ. ആ ആളുമായി കൂട്ടുകൂടിയതിന്റെ പേരിലാ നീ ആഖിറത്തിൽ കൈ കടിച്ചതെന്ന് ഖുർആൻ. കൈ കടിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا. പടച്ചോനെ, എനിക്ക് പറ്റിയ നഷ്ടം, അല്ലാഹുവേ എന്റെ നാശം, ഇന്നാലിന്ന ആളെ ഞാൻ കൂട്ടുകാരനാക്കിയതാണ് എന്റെ നഷ്ടം, എന്റെ നാശം. ആഖിറത്തിൽ ഒരു നഷ്ടക്കാരൻ അങ്ങനെ പറയുമെന്ന് ഖുർആൻ. ലഖദ് അളല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി. അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമുണ്ടായതാ, അവൻ എന്നോട് മറക്കാൻ പറഞ്ഞതാ.
അവൻ അതിൽ നിന്നും എന്നെ പിന്തിരിച്ചു കൊണ്ടുവന്നതാ, അവൻ കാരണമാ ഞാനന്ന് നിസ്കാരം ഉപേക്ഷിച്ചത്, അവന്റെ കൂട്ടുകെട്ടാണ് എന്നെ തകർത്ത് കളഞ്ഞതെന്ന് വിലാപവാക്ക് പറയുമെന്ന് ഖുർആൻ. ആ വിലപിച്ച് പറയുന്നവൻ പരാജയത്തിലാണെന്ന് ഖുർആൻ. ആ വിലാപവാക്കുകൾ മഹ്ശറയിൽ എമ്പാടും കേൾക്കാൻ കഴിയുമെന്ന് ഖുർആൻ. അപ്പൊ കൂട്ടുകാരൻ കാരണം കൈവിരൽ കടിക്കും, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. കൈവിരൽ കടിക്കും. അല്ലാഹുവേ പടച്ചോൻ കാക്കട്ടെ. ദുഷിച്ച കൂട്ടുകാരൻ ആഖിറത്തിന്റെ ശത്രുവാണ്. ദുഷിച്ച കൂട്ടുകാരൻ ആഖിറത്തിന്റെ ശത്രുവാണ്. അൽഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദു ഇല്ലൽ മുത്തഖീൻ. സൂറത്തുസ് സുഖ്റുഫ്. മുത്തഖീങ്ങളല്ലാത്ത കൂട്ടുകെട്ടുകൾ ആഖിറത്തിലെ ശത്രുതയിലാണ്. അൽഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദു. കൂട്ടുകാർ ചിലർക്ക് ശത്രുവാണ് ആഖിറത്തിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് വിജയത്തിന്റെ അടയാളം നല്ലൊരു കൂട്ടുകാരന്റെ കൂടെ കൂടാ എന്ന. നല്ല കൂട്ടുകാരൻ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഹദീസ് കാണാൻ കഴിയും. അൻ നബി ബുർദത റളിയല്ലാഹു അൻ നബിഹി قال النبي صلى الله عليه وسلم مثل الجليس الصالح والجليس السوء كمثل صاحب المسكي وكير الحداد لا يعدمك من صاحب المسكي إما تستريه أو تجد ريحا. നല്ലൊരു ഉദാഹരണം. ആരാണ് നല്ല കൂട്ടുകാരൻ? നല്ല കൂട്ടുകാരനും മോശം കൂട്ടുകാരനും ദേ ഇനി പറയാൻ പോകുന്ന പോലെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കൂട്ടുകാരൻ ഒരു അത്തറ് കച്ചവടക്കാരന്റെ കൂടെ കൂടിയവനെ പോലെ. അത്തറ് കച്ചവടക്കാരനിൽ നിന്നും ഒരു പക്ഷേ നിനക്ക് അത്തറ് വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ അവൻ പുരട്ടിത്തരും. നിനക്ക് അവനിൽ നിന്നും കിട്ടാനുള്ളത് അത്തറിന്റെ വാസന അല്ലാതെ മറ്റൊന്നുമില്ല. അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ചീത്ത കൂട്ടുകാരൻ ഒരു കൊല്ലൻ എന്ന് പറയൂലോ. കൊല്ലൻ എന്ന് പറഞ്ഞാൽ ആലയിൽ ആയുധം ചൂടാക്കി പണിയെടുക്കുന്ന ആള്. കൊല്ലൻ എന്ന് പറയാൻ ഞങ്ങളുടെ നാട്ടിൽ. കൊല്ലൻ ആലയിലെ ഉലയിൽ ആയുധങ്ങൾ കാച്ചിയെടുക്കുന്ന, ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന അയാള് കൊല്ലൻ. കൊല്ലന്റെ കൂടെ ഉലയിൽ കൂട്ടിരുന്നവൻ, കൊല്ലന്റെ കൂടെ ആലയിൽ കൂട്ടിരുന്ന് ഉലയുടെ സമീപം ഉലയിൽ തീക്കനലുകൾ ഇട്ടിട്ട് ഇങ്ങനെ തീ പാറിക്കുമ്പോ ചാരവും പൊടിയും തീക്കനലുകളും തീപ്പൊരിയും കൊണ്ട് നിന്റെ വസ്ത്രത്തെ അത് കത്തിക്കും, കരിക്കും. അല്ലെങ്കിലോ നിന്റെ ശരീരത്തിൽ കരിപുരളും. റസൂൽ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്മാ ഔ തജിദു റീഹ വകീറുൽ ഹദ്ദാദ് യുഹരിഖു ബദനക ഔ സൗബക ഔ തജിദു മിൻഹു റീഹൻ ഖബീസ. അല്ലെങ്കിൽ നിനക്ക് ആ ചാരം പറക്കണേന്റെ, ആ ഇരുമ്പ് കായണേന്റെ ഒരു വൃത്തികെട്ട മണമുണ്ട്, അതായിരിക്കും നിനക്ക് കിട്ടുക. എന്നാൽ അത്തറ ചോടക്കാരന്റെ കയ്യിൽ നിന്നും അങ്ങനെയല്ല കിട്ടുക. അങ്ങനൊരു ഉപമ പറഞ്ഞു ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ജീവിതത്തിൽ ഒരു നല്ല കൂട്ട് എന്നത്, നല്ലൊരു കൂട്ട് കുടുംബത്തിൽ തന്നെ ആവാലോ. എന്തൊരു വലിയ സൗഭാഗ്യമാണത്. ഭാര്യയും ഭർത്താവും നല്ല സൗഹൃദായ മതി. അങ്ങനെയൊക്കെ ഒരു ശ്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു കാര്യമാണ്. അത് നടക്കൂലോ ഉസ്താദ്? നടന്നെന്താ കുഴപ്പം? നടക്കണോലോ. ഒരു ആയുസ്സിന്റെ ഒരു വലിയ അഭേദ്യ ബന്ധമല്ലേ അത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യന്റെ സ്വഭാവം എങ്ങനെ? ഒരു മനുഷ്യന്റെ സ്വഭാവം മഹാന്മാർ പറയുന്നുണ്ട്, അനിൽ മർഇ ലാ തസ്അൽ വസ്അൽ അൻ ഖരീരിഹി. ഒരാളെ പറ്റി നിനക്ക് അറിയണമെങ്കിൽ അവനെ പറ്റി അല്ല ചോദിക്കേണ്ടത്, അവന്റെ കൂട്ടുകാരനെ പറ്റിയാ ചോദിക്കേണ്ടത്. ഒരാളെ കുറിച്ച് നിനക്ക് അറിയണമെങ്കിൽ അവനെ പറ്റിയല്ല ചോദിക്കേണ്ടത്, അവന്റെ കൂട്ടുകാരൻ ആരാണെന്നാണ് നീ ചോദിക്കേണ്ടത്. എന്നിട്ട് ആ കൂട്ടുകാരന്റെ ഡീറ്റെയിൽ എടുക്കണം. എന്നാ അത് മതി. നീ അന്വേഷിക്കേണ്ട ആളെ കുറിച്ച് നീ വ്യക്തമായി അങ്ങോട്ട് ചോദിച്ചു പോണ്ട, ഡയറക്റ്റ് അങ്ങോട്ട് പോണ്ട. അവൻ ആരായിട്ടാ കൂട്ടെന്ന് അന്വേഷിക്കാം, അവനോട് ചോദിച്ചാൽ മതി എന്നാ മഹാന്മാര് പഠിപ്പിച്ചത്. ഫകുല്ലു ഖരീൻ ബിൽ മുഖാരിൻ ബിൽ മുഖാറനി യഖ്തദി. കൂട്ടുകാരന്റെ സ്വഭാവം കിട്ടും. അങ്ങനെയാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി
അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ സ്വഭാവം പോലെയാ തന്നെ നിർണയിക്കപ്പെടേണ്ടത്. ഒരാള് നിർണയിക്കപ്പെടുന്നത് കൂട്ടുകാരന്റെ സ്വഭാവം പോലെ. ഒരാള് കൂട്ടുകാരന്റെ സ്വഭാവം പോലെയാ അയാളുടെ സ്വഭാവത്തിലും കൂട്ടുകാരന്റെ സ്വഭാവം എന്താ? ഒരല്പം മദ്യപിക്കും, അന്നവനും ഉണ്ടാവും എന്ന് കൂട്ടിക്കൊള്ളണം. നല്ലവനാണല്ലോ? ഇല്ല, റസൂലുള്ളാഹി പറഞ്ഞ സാധ്യതയുണ്ട്. കൂട്ടുകാരനെ എങ്ങനെ അല്പം പുകവലിക്കും, എന്നവനും വലിക്കാൻ സാധ്യതകളുണ്ട്. വലിച്ചില്ല എന്നോർത്ത് ആ സാധ്യതയെ തള്ളേണ്ടതില്ല. കൂട്ടുകാരനെങ്ങനെയാ നല്ല നിസ്കാരമൊക്കെ ഉണ്ട് എന്ന് ഉറപ്പായിട്ടും ഇവന് നിസ്കരിച്ച് തുടങ്ങിക്കോളും. അങ്ങനെയാണ്. ഏതായാലും വിജയത്തിന്റെ 3 അടയാളം പറഞ്ഞു. 4-മത്തേത് സൽ സ്വഭാവം പ്രകടിപ്പിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. സൽ സ്വഭാവം പ്രകടിപ്പിക്കണം. സൽ സ്വഭാവം എന്ന് പറഞ്ഞു നല്ല പെരുമാറ്റം. അഡ്ജസ്റ്റ് ചെയ്യണം, നന്നായിട്ട് നിൽക്കണം, നന്മ പറയാൻ നോക്കണം, നന്മ ചെയ്യാൻ നോക്കണം, കുറച്ച് ക്ഷമിക്കണം. ഇതൊക്കെ തന്നെയാണല്ലോ സൽസ്വഭാവം. അല്ലാതെ അത് പ്രത്യേകിച്ചൊരു എന്താ പറയാ ഒരു പാക്കേജ് ഒന്നും അല്ല സൽസ്വഭാവം. എവിടെ നമ്മൾ നല്ല ഡീസന്റ് ആവാ, അതന്നെ നല്ല പെരുമാറ്റം. അങ്ങനെ നല്ല പെരുമാറ്റമാണ് ജീവിതത്തിന്റെ പൊതുവെയുള്ള ശീലങ്കി. ആ നല്ല പെരുമാറ്റം ഇന്ന് രാവിലെ സുബഹി മുതൽ ഇന്ന് ഇഷ വരെ നല്ല പെരുമാറ്റം എല്ലാവരോടും ഉണ്ടായിട്ടുള്ള. ആരോടും അങ്ങനെ ഒരു വെറുപ്പിക്കണ വർത്താനോ അല്ലെങ്കിൽ ഒരു ഗീബത്തിന് മീനത്ത് പറയാനോ ഒന്നുമില്ല. എല്ലാവരോടും നല്ല സ്നേഹവും നല്ല റാഹത്തും ആണെങ്കിൽ ആ മനുഷ്യൻ സൽസ്വഭാവിയാണ്. അന്ന് ചെയ്യുന്ന അമലിന് അതിന്റെ തലേന്ന് ചെയ്ത അമലിനേക്കാളും കൂലിയുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരമുള്ളത് സൽ സ്വഭാവത്തിലിരിക്കുമ്പോൾ ചെയ്ത അമലിനാണ്. ഇമാം ബഗ്വി അവിടുത്തെ ശറഹ് സുന്നയിൽ ഒരു ഹദീസ് പറയുന്നതായി കാണാം. അനബി ദർദാ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അസ്ഖാല ഷൈഇൻ ഫിൽ മീസാൻ ഖുലുഖുൻ ഹസനുൻ. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം സൽസ്വഭാവമാണ്. നല്ല പ്രവൃത്തി, നല്ല വാക്ക്, നല്ല പെരുമാറ്റം അതിനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് നിലവാരമില്ലാത്ത മനുഷ്യന്മാരോട് ഒരു താല്പര്യമില്ലെന്ന് പുണ്യ നബി. വൈനല്ലാഹു അസ്സ വജല്ല യബ്ഗൽ. അള്ളാഹുവിന് കോപം ആരോടാണെന്ന് അറിയോ? അൽഫാഹിഷൽ ബദീഅ. ഒരു നിലവാരമില്ലാതെ തനി കച്ചറ, അവരോട് അള്ളാഹ്ക്ക് വെറുപ്പാണെന്ന് പുണ്യ നബി. ഇമാം ബഗ്വി ഇവിടുത്തെ ശറഹ് സുന്നയിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പോയത് നല്ല പെരുമാറ്റം കൊണ്ടാണെന്ന് പുണ്യ നബി. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെത്തിയത് എന്ത് സ്വഭാവം കൊണ്ടാണ് നബിയെ? സ്വഹാബി ചോദിച്ചതാ. ഒരു സ്വഹാബി ഒരിക്കൽ ചോദിച്ചു, ഖാല അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലൻ നാസൽ ജന്ന. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പോയത് ഏത് സ്വഭാവം കൊണ്ടാ, ഏത് കാരണം കൊണ്ടാ? റസൂലുള്ളാഹി പറഞ്ഞു 2 കാരണം കൊണ്ടാ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് പോയത്. തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖി. തഖ്വയാണ് രണ്ടാമത്തെ. തഖ്വ, പടച്ചവനെ പേടി. ഹറാമ് ഹറാമാണ്, അത് ഹറാമാണ് വേണ്ട, ഹലാലാണ് എന്ന കുഴപ്പമില്ല. ഹറാമിനെയും ഹലാലിനെയും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന വ്യവസ്ഥക്ക് പറയും തഖ്വ. അല്ലാഹ് വിലക്കിയത് ഉപേക്ഷിക്കാ, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്യാ, അല്ലാഹു അനുവാദം തന്നിട്ടുള്ളതിൽ ചെയ്യാ. അതാണ് സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ വേഗം എത്തിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ കൂടുതൽ ആളുകളും പോകുന്ന 2 കാരണമുണ്ട്. ഒന്ന് തഖ്വയാണ്, രണ്ടാമത്തേത് നല്ല പെരുമാറ്റമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവര് തനി കച്ചറയാ നിന്നോട് പെരുമാറി, പക്ഷെ നീ നല്ല പെരുമാറ്റം തിരിച്ച്. എന്നാൽ സ്വഹാബി വീണ്ടും ചോദിച്ചു, കൂടുതൽ ആളുകളും നരകത്തിലേക്ക് പോയത് എന്തിന്റെ പേരിലാ നബിയെ? 2 കാര്യം. ഒന്ന് ഗുഹ്യസ്ഥാനം കൊണ്ടുള്ള തെറ്റാണ്, 2 നാവ് കൊണ്ടുള്ള തെറ്റാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് 2 അവയവങ്ങൾ തെറ്റ് ചെയ്തതിന്റെ പേരിലാ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ. ഒന്ന് ഗുഹ്യഭാഗം, 2 നാവ്. ഒരു ഹദീസിലുണ്ടല്ലോ, ആരെങ്കിലും നാവ് കൊണ്ടും ഗുഹ്യഭാഗം കൊണ്ടും തെറ്റ് ചെയ്യില്ല എന്ന്
എനിക്ക് ഉറപ്പ് പറയുന്നുവെങ്കിൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു. മൻ യൽമല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അൽമല്ലഹുൽ ജന്ന എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി മറ്റൊക്കെ ഈ ഹദീസ് പറയുന്നതായി ഓർക്കുന്നുണ്ട്. ഇമാം തബ്രാനി അതുപോലെയുള്ള ഇമാം അഹ്മദിനെ പോലെയുള്ളവരൊക്കെ ഇമാം ബൈഹഖി ഒക്കെ ഈ ഹദീസ് പറയുന്നുണ്ട്. അപ്പോ രണ്ട് തുടയല്ലിന്റെയും രണ്ട് താടയല്ലിന്റെയും ഇടയിൽ ഹറാമ് സംഭവിക്കല്ലേ. ആ രണ്ട് അവയവങ്ങൾ ഹറാമ് ചെയ്യുന്നില്ല. സൽ സ്വഭാവം ജീവിതത്തിൽ വലിയ കാര്യം തന്നെയാണ്. അത് വയസ്സായിട്ട് നന്നാവാന്ന് ഓർക്കുന്ന ആൾക്കാരുണ്ട്. സൽ സ്വഭാവിക്ക് ലഭിക്കുന്ന പ്രതിഫലം ഹബീബിന് ഏറ്റവും അടുപ്പം അവരോടല്ലേ. ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹിയോട് ഏറ്റവും അടുപ്പം. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇമാം തുർമുദി തന്നെ ജാമിഉൽ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന മിൻ ഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസാ യൗമൽ ഖിയാമ അഹാസിനകും അഖ്ലാഖാ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, ഖിയാമത്ത് നാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടുകൂടെ ഞാൻ ചേർത്ത് പിടിക്കുന്നവർ ഏറ്റവും നല്ല പെരുമാറ്റക്കാരായിരുന്നു. ഭൂമിയിൽ അവർ നല്ല പെരുമാറ്റക്കാരായിരുന്നു. അവരെയാ ഞാൻ ചേർത്ത് പിടിക്കുക. അല്ലാഹുവിൽ പെടുത്തട്ടെ, അല്ലാഹുവിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹുവിൽ നമ്മെ ചേർക്കട്ടെ. ഇനി കേട്ടോളൂ, ഹബീബിന് ഏറ്റവും വെറുപ്പെന്നല്ല, ഏറ്റവും കോപം, റസൂലുള്ളാഹിക്ക് ഏറ്റവും ദേശവും ഏറ്റവും അകറ്റി നിർത്തുന്നതും ആരെയാണെന്നറിയോ? ഞാൻ അകറ്റി നിർത്തുന്നവരും എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവരും വർത്താനത്തിന് സൂക്ഷ്മതയില്ലാത്തവര്. അതായത് അതിന് പ്രത്യേകം പറഞ്ഞു അസ്സർസാറൂൻ, സർസാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ തിന്ന വല്ലോന്റെ ഇറച്ചി സാധാരണ തീറ്റ നടത്താൻ അതിന്റെ കൂടെ ഇറച്ചി തിന്ന, വല്ലവരുടെയും പച്ചമാംസം തിന്ന, അതായത് തിന്ന മറ്റുള്ളവരുടെ കുറ്റം പറയാം. അങ്ങനെയുള്ള ആളുകളാണ് സർസാർ എന്ന് പറയാം. അതുപോലെ തന്നെ അസ്സർസാർ എന്ന് പറഞ്ഞാൽ തിന്ന, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയാം. പിന്നെ അതുപോലെ തന്നെ അതിര് വിട്ട് വർത്താനം പറയുന്നവർക്കും അങ്ങനെ പറയും. പിന്നെ പറഞ്ഞു മുത്തശദ്ദിഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുത്തശദ്ദിഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ വട്ടം വികസിച്ചു, വർത്താനം പറഞ്ഞു വായ വലുതായി. അങ്ങനെ ഉണ്ട്, ഒരു പ്രത്യേക പ്രയോഗമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ അൽ മുത്തഫൈഹിഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ അഹങ്കാരം നടിച്ച് നടക്കുന്നതോടൊപ്പം ജനങ്ങളെ പുച്ഛിച്ചേ പറയാം. ആളുകളെ അവൻ എന്നായതിങ്ങനെ, അവൻ എന്തുട്ട്, അവൻ എപ്പോഴാ ഇത്ര വലിയ ആളായത്, അവൻ എന്നാ ഹാജിയായത്, അവൻ എന്നാ മൊയിലാരായത്, അങ്ങനെ ജനങ്ങളെ പുച്ഛിച്ചേ പറയും. അങ്ങനെയുള്ള ആളുകളെ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ അടുത്തേക്ക് അവർ വരണ്ട എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നന്നായ മതി, സ്വർഗം കിട്ടും. നല്ല പെരുമാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, നല്ല വർത്താനങ്ങൾ വന്നാൽ, നല്ല ജീവിത രീതികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം വേഗം നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞു. ഇമാം ബൈഹഖി ഇവിടുത്തെ ശുഐബിൽ പറയുന്നുണ്ട്, സഹാബികൾ പലരും വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഒരാളെ പറ്റി ചോദിക്കാനുണ്ട്. ഒരു ഉദാഹരണമാണ്, അങ്ങനെ യഥാർത്ഥത്തിൽ ഒരാളുണ്ട് താനും, എന്നാൽ ഉദാഹരണമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സഹാബികൾ പലരും കൂടി എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഫുലാനത്തുൻ തസൂമുൻ നഹാർ വതഖൂമുൽ ലൈൽ വതുദി ജീറാനഹാ. ഒരു പെണ്ണുണ്ട് ഇവിടെ, അവള് പകല് മുഴുവൻ നോമ്പാ, രാവ് മുഴുവനും നിസ്കാര. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അയലൊക്കക്കാരോട് അവൾ വല്ലാത്ത ഇടങ്ങേറുണ്ടാക്കണം, അയലൊക്കക്കാരെ ഇടങ്ങേറാക്കുന്ന പെണ്ണ്. അങ്ങനെ ഒരു പെണ്ണുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരു സംശയമല്ല, ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശിനിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു നബി, അന്നൊന്ന് പറയോ, ഒരു പെണ്ണുണ്ട് തുസല്ലിൽ മക്തൂബാത്ത്, ഫർദ് മാത്രം നിസ്കരിക്കുമല്ലേ, തഹജ്ജുദ് സുബഹി വരെ ഹയാത്താക്കുന്ന ആ രീതിയിലുള്ള പാതിരാവിന്റെ നിസ്കാരങ്ങളൊന്നുമില്ല, ആ ഫസ്റ്റ് എയ്ഡ് ഫർദുകളൊക്കെ നിസ്കരിക്കും, ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും കൈകെട്ടിയ സ്വതക്കം ചെയ്യും. പക്ഷെ അയൽവാസിയായിട്ട് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലുമാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആ പെരുമാറ്റം കൊണ്ട് ആ പെണ്ണ് സ്വർഗാവകാശി എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. ജീവിതത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, സ്വർഗത്തിൽ ഉന്നത ഭവനം തന്നെ ഉള്ളത് സൽസ്വഭാവിക,
അന സഈം ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖ വബിബൈത്തിൻ ഫീ വസ്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ വബിബൈത്തിൻ ഫീ അലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖ. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ. ഞാൻ വിശദീകരിക്കുന്നില്ല. പുണ്യ നബി പഠിപ്പിച്ചു, ഞാൻ ഒരാൾക്ക് ഉറപ്പ് നൽകാണ്, സ്വർഗത്തിന്റെ താഴ്വാരത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അതാർക്കാണെന്നറിയോ? ലോകമാന്യത ഉപേക്ഷിച്ചവൻ. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരമുണ്ട്. വർത്തമാനം പറഞ്ഞപ്പോൾ കളവ് വരാതെ സൂക്ഷിച്ചവൻ. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത സോപാനങ്ങളിൽ ഒരു കൊട്ടാരമുണ്ട്. അതാർക്കെന്നറിയുമോ? നല്ല പെരുമാറ്റം നടത്തിയ സ്വഭാവിക്ക് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിജയത്തിന്റെ 5ാമത്തെ അടയാളം ഞാൻ വേഗം പറയാം. ജനങ്ങൾക്ക് നന്മ ചൊരിയ, ബദലു മഅറൂഫിഹി ലിൽ ഖൽഖി, ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കാം. സ്വന്തം ആഗ്രഹങ്ങളൊന്ന് പിന്നാവട്ടെ എന്ന് വെക്കാം. അവരേതായാലും വന്നാൽ അവർക്ക് കൊടുക്കാം. ഖലീഫമാരുടെ ജീവിതത്തിലൊക്കെ വിശന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ നേരത്തെ യാചകർ വരുമ്പോൾ അത് അങ്ങ് എടുത്തു കൊടുക്കും. ഇവിടെ ഒന്നുമില്ല, പോന്നല്ല പറഞ്ഞത്. എന്നിട്ട് അവർ പട്ടിണി ഇരുന്ന് അതിന്റെ ആത്മീയ ആസ്വാദനം നടത്താം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കേട്ടോ, ഇമാം ബുഖാരി അടുത്ത സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. قال رسول الله صلى الله عليه وسلم لا يؤمن احدكم حتى يحب لاخيه ما يحب لنفسه. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മാത്രമുണ്ടായാൽ പോരാ, നമ്മുടെ സഹോദരനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാതെ നമ്മുടെ ഖൽബിൽ ഈമാൻ വരൂല. നമ്മുടെ ഖൽബിലുള്ള ആഗ്രഹം നമുക്ക് മാത്രമുണ്ടായാൽ മതി. ഞാനും എന്റെ കെട്ടിയോളും പിന്നെ തട്ടാനും എന്നൊരു ചൊല്ലുണ്ട്. ഞാനും വേണം, എന്റെ കെട്ടിയോളും വേണം, പിന്നെ എന്റെ കെട്ടിയോൾക്ക് ആഭരണം ഉണ്ടാക്കാൻ ഒരു തട്ടാനും വേണം. അതാണ് എന്റെ അർത്ഥം. വേറെ ആരും വേണ്ട. അങ്ങനെയല്ല, നമ്മുടെ ഖൽബിലേക്ക് ഈമാൻ വരണോ. എന്നാൽ കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പിന് സഹോദരന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാതെ നമ്മുടെ ഖൽബിലേക്ക് ഈമാൻ വരൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നതാ. ഭക്ഷണം ബാക്കി വന്നാൽ ഇല്ലാത്തവർക്ക് കൊടുക്കണം. വാഹനത്തിൽ സീറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കണം. അങ്ങനുണ്ട്. ഒരു കാലി വണ്ടി, ഒരു ഇന്നോവ ക്രിസ്റ്റ അങ്ങനെ പോവാ, 6 സീറ്റും അതിന്റെ ബാലൻസ്. ആ വഴിക്ക് പോണ ആരെങ്കിലും ഉണ്ടാവും? അവനൊന്നും ഇതിൽ കയറ്റാൻ പറ്റൂല. എത്ര നാളുണ്ടാവും ഇത്? കേട്ടോളൂ, ഒരു വാഹനത്തിൽ സീറ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കണേ, ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്നാ പറഞ്ഞത്. വിജയത്തിന്റെ അടയാളത്. ഒരു ഹദീസ് കേട്ടോളൂ, ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. عن أبي سعيد الخدري رضي الله عنه قال بينما نحن مع رسول الله صلى الله عليه وسلم في سفر. ഞങ്ങൾ ഒരു യാത്ര പോവാണ് ഹബീബായ നബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോണ്ട് ജാഅ റജുലുൻ അലാ നാഖത്ത് ലഹു ഫതഅല യസ്രിഫുഹാ യമീനൻ വശിമാല. ഒരാള് ഒരു ഒട്ടകത്തിൽ വിശാലമായിട്ട് ഇരിക്കണ്. അങ്ങനെ ഒരാൾ വരികയും ചെയ്തു. മൂപ്പര് ഒറ്റക്കുള്ളതിൽ വിശാലമായിട്ടിരിക്കുക, അങ്ങോട്ട് തിരിക്കുക അങ്ങനെ ആയിട്ട് മൂപ്പര് വിശാല വിസ്തൃതിയിൽ ഒട്ടകത്തിൽ സഞ്ചാരത്തിൽ മൂപ്പര് ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി, അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ മൻ കാന ഇൻദഹു ഫളലു ലഹരിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ ലഹറ ലഹു. വാഹനമില്ലാത്തവർക്ക് വാഹനത്തിൽ സൗകര്യം കൂടുതലുള്ളവർ സൗകര്യം കൊടുക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണത്തിൽ സൗകര്യം കൂടുതലുള്ളവർ അത് ഇല്ലാത്തവരെ പരിഗണിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബി പറയാ, ഹത്താ വനന്നാ അന്നഹു ലാ ഹഖ്ഖ ലിഅഹദിൻ മിന്നാ ഫിൽ ഫദ്ലി. ബാക്കി വന്നതൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറയോന്ന് വരെ ഞങ്ങൾ പേടിച്ചു പോയി. അത്രത്തോളം മിച്ചമുള്ളത് പങ്കുവെക്കണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കറി വെച്ചാൽ പോലും അയൽവാസിയെ പരിഗണിക്കണം. അബൂദർറേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിം. കറി വെച്ചാൽ പോലും അയൽവാസിയെ പരിഗണിക്കണം. നബീദർ
റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിന്റെ വസിയത്ത് കേട്ടോളൂ. ഇദാ തബഖത മറഖൻ ഫഅക്സിർ മാഅഹു. ഒരു റിവായത്തിൽ മറഖത്തൻ ഫഅക്സിർ മാഅഹ എന്നുണ്ട്. രണ്ടുമായി പറഞ്ഞിട്ടുണ്ട്. കറി വെച്ചാൽ അതിൽ ചാറ് കൂട്ടണം, ഇത്തിരി നീട്ടി വെച്ചോളണം. എന്ന് വെച്ചാൽ കർക്കിടക മാസത്തിലെ മഴ പെയ്ത പോലെ ആവരുത് കറി, അതിന്റെ ടേസ്റ്റ് കളയരുത്. ഒരു പരിഗണന വേണം. അത് കറി വെച്ചാലും ചോറ് വെച്ചാലും ഒക്കെ ഒരു പരിഗണന വേണം. എന്നിട്ടോ അയൽവാസിക്ക് മാന്യമായിട്ട് കൊടുക്കണം, അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കുകയും കൂടി വേണം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രസകരമായ ഒരു സംഭവം പറയാം. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, സ്വഹാബിക്കൊരിക്കൽ ഒരു ആട്ടിൻ തല കിട്ടി. എവിടെയോ ആടർത്തപ്പോ ഒരു ആടിന്റെ തല ഹദിയയായിട്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, മഹാനായ സ്വഹാബിക്ക് കിട്ടി. ഹദിയായിട്ട് കിട്ടിയ ആട്ടിൻ തല സ്വഹാബി അടുത്ത വീട്ടിലേക്ക് കൈമാറി. ആ അടുത്ത വീട്ടുകാരൻ അതിനടുത്ത വീട്ടുകാരിലേക്ക് കൈമാറി. അവസാനം 7 വീടുകൾ അതിങ്ങനെ കറങ്ങി 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 ആദ്യം അത് കൊടുത്തയച്ച വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് മദീന, ഇതാണ് മദീന. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഉഹദിയ ലിറജുലിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരാൾക്ക് ഒരു ആടിന്റെ തല ഹദിയയായി കിട്ടി. ഫബഅസഹു ഇലൈഹിം. എന്നിട്ടോ മഹാനവറുകൾ അവിടുന്ന് തീരുമാനിച്ചു, ഇന്ന അഖീ ഫുലാനൻ വഇയാല, എന്റെ ആ അയൽവാസിയായ സഹോദരൻ, അവരുടെ കുടുംബം അഹ്വജു ഇലാ ഹാദാ മിന്ന, നമ്മളെക്കാളും എന്തായാലും ഇത് കിട്ടിയ ഉപകാരം അവർക്കായിരിക്കും, അവർക്കത് വലിയ സന്തോഷവും, അവർക്ക് കൊടുക്കാന്ന് തീരുമാനിച്ചു. ഫലം യസൽ യബ്അസു ബിഹി വാഹിദുൻ ഇലാ ആഖിറ ഹത്താ തദാവലഹ 7 അബിയാത്. 7 വീട്ടിൽ അങ്ങനെ ഇതേ ചിന്താഗതി തന്നെ, എന്റെ സഹോദരനായിരിക്കും ഇത് കൂടുതൽ ഉപകാരപ്പെടാം, അപ്പുറത്തെ വീട്ടുകാർക്ക് കറങ്ങി 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 അവസാനം ഹത്താ റജഅത ഇലാ ഉലൈക, ആദ്യം കൊടുത്തവരിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹശറിന്റെ ആയത്ത് അവതരിക്കുന്നതെന്ന് പറയുന്നു. സൂറത്തുൽ ഹശറിന്റെ ആയത്ത് ഇറങ്ങിയത് ഈ സംഭവത്തെ ബേസ് ചെയ്താണെന്ന് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. ഏതാണ് സൂറത്തുൽ ഹശറിന്റെ 9ാമത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദീനക്കാരെ പറയാൻ, അവരുടെ ഈ ആർദ്രമായ സ്വഭാവത്തെ അവതരിപ്പിക്കാൻ, അവരുടെ ഈ ദാനശീലത്തെ, അവരുടെ ഈ സ്നേഹത്തെ പറയാൻ പരിശുദ്ധ ഖുർആൻ വല്ലദീന തബവ്വഉ الدار بسم الله الرحمن الرحيم والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അൻസാറുകളെ കുറിച്ച് പറയാണ്, അവരിലേക്ക് ഹിജറ വന്ന മഹാന്മാരായ മുഹാജിറുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ അൻസാറുകൾ. മാത്രവുമല്ല വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തം ആവശ്യങ്ങൾക്കപ്പുറം മറ്റുള്ളവന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചവരാ മദീനക്കാരായ അൻസാറുകൾ എന്ന് ഖുർആൻ. വിജയത്തിന്റെ 6ാമത്തെ അടയാളം ഞാൻ വിശദീകരിക്കുന്നില്ല. 6ാമത്തെ അടയാളം മുസ്ലിമീങ്ങളെ പരിഗണിക്കണേ. അവനൊരു മുസ്ലിമായതിന്റെ പേരിലാ ഞാൻ അങ്ങനൊരു വികാരം നമ്മുടെ ഉള്ളിൽ വേണം, ഒരു മുസ്ലിം വികാരം വേണം, ഇസ്ലാമിനോടൊരു സ്നേഹം വേണം, സൗഹൃദം ഒക്കെ വേണം കേട്ടോ, അതതിൻ്റെ കൂടെ ഉള്ളതാണ്. എന്നാലും മുസ്ലിമീങ്ങളൊരു പ്രത്യേക സ്നേഹം വേണം. മുസ്ലിമീ വർഗീയത പറയല്ലോ, വർഗീയത അല്ലത്. എന്നാലും നമ്മുടെ മതത്തിന്റെ ഒരു അംഗം എന്നൊരു സ്നേഹം എല്ലാവരുടെ ഉള്ളിലുണ്ടാവാറുണ്ട്. മറ്റുള്ളവരെ അകറ്റണം എന്നുള്ളതിനർത്ഥം ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ ഒരു ആനുകൂല്യം, ഒരു പരിഗണന നമ്മൾ അവനോട് സ്നേഹത്തിൽ കാണിച്ചു, അവൻ മുസ്ലിം ആയതിന്റെ പേരിൽ. അത് ഈമാന്റെ അടയാളമാണ്, അത് വിജയത്തിന്റെ അടയാളമാണ്. ഒരു ഹദീസ് കേട്ടോളൂ. النعمان بن بشير صحيح مسلم قال رسول الله صلى الله عليه وسلم مثل المؤمنين في توادهم وتراحمهم وتعاطفهم
മസലുൽ ജസദി ഇസ്തകാ മിൻഹു ഉദുവൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മാ. ശരീരം പോലെ ആ മുസ്ലിമീങ്ങൾ, ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ ആ മുറിവിലെ വേദന കൊണ്ട് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ ഉറക്കമൊഴിക്കും. അതിന്റെ പേരിൽ വല്ല പനിയും വന്നാൽ ആ ഭാഗത്തിന് വേണ്ടി ശരീരത്തിന്റെ മൊത്തവും പനി അനുഭവിക്കും. അതാണ് ശരീരം. ആ ശരീരത്തെ പോലെ ആ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ വിശദീകരിക്കുന്നില്ല. വിജയത്തിന്റെ 7ാമത്തെ അടയാളം സമയബോധമാണ്. സമയം പാഴാക്കാനുള്ളതല്ല. സമയം പാഴാക്കാനുള്ളതല്ല. മുറാഅത്തുൽ അബ്ദി ലിഔഖാതിഹി. എവിടെയാ സമയമുള്ള? ആർക്കാ സമയം? സമയമൊന്നുമില്ല കേട്ടോ. സമയം വളരെ തുച്ഛമായ സമയം കേട്ടോ. സമയം ഇത്രയേ ഉള്ളൂ കേട്ടോ. അദാനുൽ മർഇ ഹീന തുഫ്ലി യഅതി വതഅഖീറുസ് സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹ്യാഹു യസീറു കമാ ബൈനൽ അദാനി ഇലസ് സ്വലാത്തി. വാങ്ക് വിളിച്ചാൽ എപ്പോഴാ നിസ്കരിക്കേണ്ടത്? അപ്പൊ തന്നെ നിസ്കരിക്കണം. വാങ്ക് വിളിച്ചാൽ വേഗം നിസ്കരിക്കണം. എന്നാൽ വാങ്ക് വിളിച്ചിട്ട് വേഗം നിസ്കരിക്കണമെന്ന് പറഞ്ഞ ആ വേഗം എത്രയോ ആ കുറഞ്ഞ സമയമാണ് നിന്റെ ജീവിതമെന്ന് മഹാന്മാര് പറയാണ്. വാങ്ക് വിളിച്ചാൽ നിസ്കരിക്കേണ്ടത് വേഗം നിസ്കരിക്കണം, അവ്വൽ വഖത്ത് നിസ്കരിക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രായോഗികത. അങ്ങനെയാണ്. വാങ്ക് വിളിച്ച ഉടനെ നിസ്കരിച്ചോളണം. എന്നാൽ വാങ്ക് വിളിച്ചിട്ട് നീ നിസ്കരിച്ചു തുടങ്ങുന്നതിന്റെ ഇടയിൽ ആ വേഗമെന്ന് പറയുന്നത് എത്ര തോതാണോ അത്രയേ ഉള്ളൂ നിന്റെ ആയുസ് എന്ന് മഹാന്മാര് പറയുന്നു. ഏതാണ് ആ വാങ്കെന്നറിയോ? നീ ജനിച്ചപ്പോ നിന്റെ ചെവിയിൽ കൊടുത്ത വാങ്കാണ്. ഏതാണ് ആ നിസ്കാരമെന്നറിയോ? വാങ്കും ഇഖാമത്തും ഇല്ലാതെ നിർവഹിക്കപ്പെടുന്ന ഒരു ഫർദ് നിസ്കാരമുണ്ട്. അത് മയ്യത്ത് നിസ്കാര. ആ നിസ്കാരത്തിന് വേണ്ട വാങ്ക് ഇഖാമത്ത് ആ ചെവിയിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ഇടയിൽ ഒരു വേഗമെന്ന തോത്, വാങ്ക് വിളിച്ചാൽ വേഗം നിസ്കരിക്കണമെന്ന വേഗത്തിന്റെ തോത്. വാങ്ക് ഇഖാമത്തും കൊടുത്തിട്ടുണ്ട്. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല, വേഗം നിസ്കരിച്ചോളൂ. ആ വേഗത്തിന്റെ തോത് ഏതാ? അതാണ് നിന്റെ ജീവിതം. രണ്ട് ഇരുട്ട് കഴിഞ്ഞ് നീ വന്ന ഒരു വെളിച്ചത്തിന്റെ രണ്ട് ഇരുട്ടിന്റെ ഇടയിൽ നിനക്ക് കിട്ടിയ ഒരു ചെറിയ വെളിച്ചം. ഗർഭാശയത്തിന്റെ ഇരുട്ടും ഖബറിന്റെ ഇരുട്ടും, ഈ രണ്ട് ഇരുട്ടിന്റെ ഇടയിൽ നിനക്ക് കുറച്ചു നേരം കിട്ടിയ ഒരു വെളിച്ചമാണ് നിന്റെ ജീവിതം. രണ്ട് ദ്വാരങ്ങൾ, നജസ് മാത്രം പോകുന്ന രണ്ട് ദ്വാരങ്ങൾ. ആ രണ്ട് ദ്വാരങ്ങളിലൂടെ പുറത്തു വന്നവനാ നീ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമയമില്ല മോനെ, നിനക്ക് സമയമില്ല. ഹുവല്ലദീ ജഅല الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. ആരാണ് അല്ലാഹ്? സൂര്യനെ പടച്ചു അവൻ, ചന്ദ്രനെ പടച്ചു, സഞ്ചാര പദങ്ങൾ നിർണയിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം അവൻ വെച്ചതെന്നറിയുമോ? ലിതഅലമൂ അദദസ്സിനീന വൽ ഹിസാബ്. സൂര്യനെ പറഞ്ഞു ആദ്യം, അത് ദിവസക്കണക്കാണ്. രണ്ടാമത് ചന്ദ്രനെ പറഞ്ഞു, അത് മാസക്കണക്കാണ്. നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൂട്ടി ദിവസവും മാസവും കണക്കുകൂട്ടി ജീവിച്ചോ? നിങ്ങളുടെ പ്രായം അറിയാൻ വേണ്ടി, നിങ്ങളുടെ സമയത്തിന്റെ ബോധം നിങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി. അതിനാണ് ഇതൊക്കെ പഠിച്ചതെന്ന് ഖുർആൻ. സമയബോധം ഉണ്ടെങ്കിൽ വിജയിക്കും എന്നതാണ്. സമയബോധം ഞാൻ അവസാനിപ്പിക്കുന്നു. ഭൂമിയിലെ സമയത്തിന്റെ വില എങ്ങനെ അറിയോ? ഭൂമിയിൽ 60 വയസ്സൊരാൾ ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ഏകദേശം 21,900 ദിവസം ജീവിക്കണത്. അങ്ങനെ കണക്കൂട്ടി നോക്കും. ഒരു മാസം 30 ദിവസം കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 60 കൊല്ലം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ 21,900 ദിവസമാണ് ജീവിക്കുന്നത്. ആ ദിവസത്തില് ഓരോ ദിവസം 8 മണിക്കൂർ ഉറങ്ങിപ്പോയാൽ തന്നെ 1/3 തീർന്നു. 8 24 ആണ്. 24 മണിക്കൂറിന്റെ 1/3 ഭാഗമാണ് 8 മണിക്കൂർ.
ഉറക്കത്തിലൂടെ 8 മണിക്കൂർ ദിവസവും തീരാണെങ്കിൽ തന്നെ അവിടെ ഒരു മനുഷ്യന് 60 കൊല്ലത്തിൽ 20 കൊല്ലം ഉറക്കായിട്ട് പോവാം. പിന്നെ ബാക്കിയുള്ളത് 14,600 ദിവസം ഉള്ളത്. അഥവാ 40 ദിവസം, 40 വർഷം, 14,600 ദിവസം അഥവാ 40 കൊല്ലം. അതിൽ നമുക്ക് കുട്ടിക്കാലവും പഠനവും വിനോദവും ഒക്കെ ആയിട്ട് ഒരു 25 വയസ്സ് അങ്ങോട്ട് പോകും. ബാക്കിയുള്ളത് വെറും 15 കൊല്ലാണ്. അതിൻ്റെ അകത്ത് ജോലി നോക്കണം, കുടുംബം നോക്കണം, നാടിന് വേണ്ടി പ്രവർത്തിക്കണം, രാഷ്ട്രീയം, ഇതെല്ലാം വയലുപരിപാടി വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, പള്ളിയിലെ കമ്മിറ്റിക്കാരനാവണം, ഒക്കെ കൂടിയിട്ട് ബാക്കി 15 കൊല്ലം. എവിടെയുള്ളത്? ഒരു സ്ഥലത്തുമില്ല. മനുഷ്യൻ കാലത്തെ തന്നെയാണ് സത്യം, സമയത്തെ തന്നെയാണ് സത്യം. മനുഷ്യൻ പരാജയത്തിലാണ്. ഉപയോഗപ്പെടുത്തിക്കോളാൻ പരിശുദ്ധ ഖുർആൻ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം, ഒരാൾക്കും സമയത്തെക്കുറിച്ച് ഒരു ധാരണയില്ലല്ലോ. നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്. സ്വഹീഹുൽ ബുഖാരി. 2 അനുഗ്രഹങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ്. ഒന്ന് സമയമാണ്, 2 ആരോഗ്യം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് ചെയ്താൽ നാളെ നമുക്ക് കൂലിയാണ്, ഇന്ന് ചെയ്തോ നാളെ കൂലിയാണ്. അങ്ങനെ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു, അങ്ങനെ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ദുനിയാവ് വണ്ടി വിട്ടിട്ടുണ്ട്, ആഖിറത്ത് ദുനിയാവ് അവിടെ നിന്ന് വിട്ടുപോയി, ആഖിറത്ത് ഇങ്ങോട്ട് വരാണ്. അതുകൊണ്ട് ഇന്ന് ചെയ്താൽ നാളെ കാണാമെന്ന് സയ്യിദന അലി. ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറു മുഖ്ബില വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. ദുനിയാവിന്റെ വണ്ടി ഇങ്ങനെയും വിട്ടു, ആഖിറത്തിന്റെ വണ്ടി ഇങ്ങോട്ടും വിട്ടു. ആഖിറത്തിന്റെ വണ്ടി കയറുന്ന കുട്ടികളാവണം നിങ്ങളെന്ന് സയ്യിദന അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഒരു സമയവും കളയാനില്ല. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഒരു ഈത്തപ്പന നട്ടു. എവിടെ? സ്വർഗത്തിൽ. നമ്മൾ വാങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളുടേത് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയ, നമ്മൾ അവിടെ നേരത്തെ കൊണ്ടുപോയി കശുമാവ് വെക്കും, തെങ്ങ് വെക്കും, അങ്ങനെ പലതും വെക്കുന്നതേ. നമ്മുടേതായ ഒരു പ്രോപ്പർട്ടി ഒരു സ്ഥലത്ത് റെഡി ആയിട്ടുണ്ട്. അള്ളാഹു തരട്ടെ, അത് സ്വർഗാണ്. എന്നാ അവിടെ ഇനി കുറച്ച് ഈത്തപ്പന നട്ടാലോ? ഒരു സുബ്ഹാനല്ലാഹ് അവിടെ ചൊല്ലിയാൽ മതി. അവിടെ ഒരു ഈത്തപ്പന എന്ന് പുണ്യനബി. കേട്ടോളൂ, ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. ഈ ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. അങ്ങനെ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. ഈ ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ ഗുരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന. തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. സ്വർഗ്ഗത്തിൽ അവന്റെ പറമ്പിൽ ഒരു മരം അല്ലാഹു നട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. വിജയത്തിന്റെ 7 അടയാളങ്ങൾ ജീവിതത്തിൽ ഞങ്ങളിൽ കാണണം. നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒന്നുകൂടി പറയാം, ആരാധനകൾ ഭാരമില്ലാത്ത അവസ്ഥ, ആരാധനകളോട് ഭാരം തോന്നാതിരിക്കുക ഒന്നാമത്തെ അടയാളം. വിജയത്തിന്റെ 2ാമത്തെ അടയാളം, സുന്നത്തുകൾ പാലിച്ചേ ജീവിതം ക്രമീകരിക്കും. 3ാമത്തേത് നല്ലവരോടാ കൂട്ടുകൂടൂ. 4ാമത്തേത് സൽസ്വഭാവമായിരിക്കും എപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുക. 5ാമത്തേത് ആളുകൾക്ക് മതം മറന്നുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനവും ജനങ്ങൾക്കുള്ളതായ ഒരു നന്മ ചൊരിയലും. 6ാമത്തെ അടയാളം മുസ്ലിമീങ്ങളെ പ്രത്യേകം പരിഗണിക്കലും. 7ാമത്തേത് സമയബോധമുണ്ടാവലുമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. പലരും ഒരുപാട് ഖത്മും സ്വലാത്തും ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എന്തെല്ലാം ഉദ്ദേശത്തോടു കൂടെയാണ് അവർ ചൊല്ലിയത്? മരണപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിൽ റബ്ബേ അവരുടെ ഹദറത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. പടച്ചവനെ, എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറാനാണെങ്കിൽ
രോഗങ്ങൾ ശിഫയാവാനാണെങ്കിൽ നീ ഇടപെടണേ അല്ലാ. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഖൈറ് നൽകുക അല്ലാ. ഈ സദസ്സിൽ വന്നിരിക്കുന്നവരിൽ റബ്ബേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാ. അല്ലാഹുവേ മക്കളുടെ വിവാഹങ്ങൾ പലരുടെയും വൈകുന്നു. വിവാഹപ്രായമായവർക്ക് അനുയോജ്യ ബന്ധങ്ങൾ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ആഖിബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറ നസീബാക്കണേ അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.